ഗായ്സ്, അങ്ങനെ ഞാനും വാങ്ങിച്ച ഒരു പ്രിൻ്റർ. ഈ ഒരു ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു പ്രിൻ്റർ വാങ്ങിക്കുക എന്നുള്ളത്. എൻ്റേത് മാത്രമല്ല, എന്നെ പോലുള്ള എല്ലാ ക്രാഫ്റ്റേഴ്സിൻ്റെ ഒരു ബിഗ് ഡ്രീം തന്നെയായിരിക്കും ഇത്. ഞാൻ ഈ ഒരു പ്രിൻ്ററിൻ്റെ പിക്സും വീഡിയോസും ഒക്കെ സ്റ്റോറിയിൽ ഷെയർ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് എത്ര എമൗണ്ട് ആയി, യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഏതാണ് മോഡൽ, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ ജസ്റ്റ് എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ, ഞാനിത് കുറച്ച് കാലം ഒന്ന് യൂസ് ചെയ്യട്ടെ, യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആയതിന് ശേഷം ഞാനൊരു റിവ്യൂ പറയാം എന്നുള്ള രീതിയിൽ. ഞാൻ എടുത്തേക്കുന്ന പ്രിന്റർ എപ്സൺ ഇക്കോടാങ്ക് L3250 ആണ് മോഡൽ വരുന്നത്. ഇതിന്റെ പ്രിന്റിംഗ് സൈസ് വരുന്നത് A4 ആണ്. അതുപോലെ തന്നെ ഇതൊരു ഇങ്ക് ജെറ്റ് പ്രിന്റർ ആണ്. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോ മാഗസീൻസും പോളറോയിഡ്സും ഒക്കെ ലേസർ പ്രിന്റ്സ് എടുത്ത് ശീലിച്ച ഒരു പേഴ്സൺ ആണെങ്കിൽ ഇതിലോട്ട് വരുന്ന സമയത്ത് കംഫർട്ടബിൾ ആവാൻ കുറച്ച് സമയം എടുക്കും. ബിക്കോസ് ഇതിന്റെ പ്രിന്റിംഗ് ഷീറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. പിന്നെ ഞാൻ ഈ ഒരു പ്രിന്റർ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് കംഫർട്ടബിൾ ആയി വരാൻ വേണ്ടിയിട്ട് ഒരു 1 വീക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് പ്രിന്റിംഗ് ഷീറ്റാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ എത്ര GSM ആണ് ഇതിൽ സൂപ്പറായിട്ട് കിട്ടുക, ഏതൊക്കെ പ്രോഡക്ട്സിന് എന്തൊക്കെയാണ് ബെറ്റർ, ഇതൊക്കെ നോക്കി ഒന്ന് കംഫർട്ടബിളായി സെറ്റപ്പായി വരാൻ വേണ്ടിയിട്ട് 1 വീക്കല്ല 1 വീക്കിന് മേലെ എടുത്തിട്ടുണ്ട് ആക്ച്വലി. പിന്നെ ഇതൊക്കെ സെറ്റപ്പ് ചെയ്തത് ഞാൻ ഒറ്റക്കാണ്. ഇതിൻ്റെ യൂസർ മാനുവലൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്നിട്ട് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ ഒറ്റക്കാണ് സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇതിൻ്റെ സർവീസിൻ്റെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് സെറ്റപ്പ് ചെയ്ത് തരും. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ക് ഫില്ല് ചെയ്യുമ്പോഴാണ്. ഇങ്ക് ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു നമ്പറിൽ തന്നെ ഫില്ല് ചെയ്യണം. ഇൻ കേസ് എന്തെങ്കിലും മാറിപ്പോയാൽ പണിപാളും. ഞാനിത് യൂസ് ചെയ്തെടുത്തോളം ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇതുള്ളത് എല്ലാ ക്രാഫ്റ്ററിനും സത്യം പറഞ്ഞാൽ വീട്ടിലൊരു പ്രിൻ്റർ ഉള്ളത് എന്തുകൊണ്ടും ബെസ്റ്റാണ്. എന്നോട് ഇതിൻ്റെ ഒരു റേറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 10ൽ 8.5 കൊടുക്കും. 8.5 കൊടുക്കാൻ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് വരുന്ന സമയത്ത് ചില ഷീറ്റിൽ, അതായത് ചില GSM വരുന്ന ഷീറ്റിൽ ഇതിന് ലൈൻസ് വരുന്നുണ്ട്. അത് ചിലതിൽ വിസിബിൾ ആവുന്നില്ല, ചിലതിൽ അത്യാവശ്യം വിസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് പറയാൻ ഉള്ളൂ. പിന്നെ ദ മെയിൻ തിങ്, ഈ ഒരു പ്രിൻ്ററിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 14,000 സംതിങ് ആയിരുന്നു. അണ്ടർ 15,000 അങ്ങനെ വെച്ചോ, ഒരു 14,000 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ അതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 13 സംതിങ്ങേ അതിനുള്ളൂ. ഇനിയും കുറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ വാങ്ങിച്ചൊരു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നോക്കുന്ന സമയത്ത് 13 സംതിങ് ആയിരുന്നു. ഇപ്പം ഞാൻ നോക്കിയിട്ടില്ല. അപ്പം വേറെ പറയാൻ മാത്രമായിട്ടൊന്നുമില്ല, ഒരു അടിപൊളി സാധനമാണ്. എല്ലാവർക്കും ഒരു ബിഗിനറിന് വാങ്ങിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് തന്നെയാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഒരുപാട് എക്സ്പെൻസസ് കുറച്ച് തന്നൊരു ലൈഫ് സേവറാണ് ഈ ഒരു പ്രിൻ്റർ. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു പ്രിൻ്ററിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ട് ഈ ഒരു റീൽ എനിക്ക് DM ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.